വളരെ ചിന്തിക്കണം. ഇപ്പോൾ ഇബ്നു തൈമിയയെക്കുറിച്ച് തന്നെ ചില ആളുകൾ, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇബ്നു തൈമിയയെക്കുറിച്ചുള്ള പ്രഭാഷണം നടത്തി, ഇതിനെക്കുറിച്ചുള്ള ചില ആളുകളുടെ പുതിയ രീതികൾ ഞാൻ വിമർശിക്കുന്നത്, ഇബ്നു തൈമിയയുടെ വാതിൽ തുറക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ആ വാതിൽ നമ്മളെ മുൻഗാമികൾ അടച്ചു. ഞാൻ പേച്ചു മരിച്ചോ പേക്കാട് മരിച്ചോ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മളുടെ മനഹജ് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട മഖ്ദൂമി മനഹജാണ്. ആ മഖ്ദൂമിൻ്റെ ഉസ്താദ് ഇബ്നു ഹജർ തങ്ങളാണ് റളിയല്ലാഹു അൻഹു. അവരെന്ത് പറഞ്ഞു? റജുലുൻ അളല്ലഹുല്ലാഹു വഖദലഹു, പടച്ചോൻ പേപ്പിച്ച് നിന്ദിച്ച വ്യക്തിയാണ്. ഞാൻ ആ വ്യക്തി എങ്ങനെ മരിച്ച നമ്മക്കണ്ട, അയാൾ തൗബ ചെയ്താൽ നമ്മക്കണ്ട, അയാൾ തൗബ ചെയ്തിട്ടേ നമ്മക്കണ്ട. അത് അയാൾ പഠിച്ചോണ്ടല്ലോ. നമ്മുടെ നേതാവ് ഇബ്നു ഹജറില്ലേ, അതുകൊണ്ടാണ് ആ വാതിൽ തുറക്കാൻ തീർന്നത്. ആ വാതിൽ തുറന്നാൽ എവിടെയും ശരി തെറ്റുകൾ ഇങ്ങനെ പറയും. ഈ ശരി തെറ്റുകൾ പറഞ്ഞാൽ നമ്മളെ പുതിയ യൂത്തിനാണ് അന്തല്ല. അത് ശരിയല്ലേ, അപ്പം അയാൾ ഇപ്പോൾ ശരി ചെയ്തിട്ടുള്ള, അപ്പം അയാളെ കൂടി എന്താ തെറ്റ്? നമ്മളാ വാതിൽ പൂട്ടി വെച്ചതാണ്. ഇനി അയാൾ തൗബ ചെയ്തോന്ന് വരെ അത് റബ്ബും അയാൾ നമ്മൾ വിഷയമല്ലേ. നമ്മളെന്തിനാ വാതിൽ തുറക്കണേ? ഇതാണ് മൗലിയരെ എൻ്റെ പ്രശ്നം. അയാൾ തൗബ ചെയ്തു, കിതാബിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട്, എന്തൊക്കെ താരീഖുണ്ട്, അതൊക്കെ പറഞ്ഞ് നടക്കണ പണി നമുക്ക്. അല്ലേ നമ്മൾ എന്തേലും മഹേസിന് പറയാ, പിന്നെ വാതിൽ അടച്ചട വെച്ചാൽ ഞാൻ വാതിൽ തുറക്കരുത്. അത്തരം ആളുകളുടെ ഗ്രന്ഥങ്ങൾ പോലും നോക്കാൻ പാടില്ല എന്ന് നമ്മുടെ ഉലമാക്കൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ എഴുതിയിട്ട് മിനിറ്റ്സിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? അയാൾ ശരിയില്ല പറ. 10% തെറ്റാണെങ്കിൽ 90% എഴുതി വെച്ചാൽ എന്തുണ്ട്? ശരിയുണ്ട്. എന്നിട്ട് അയാളെ കിതാബ് നോക്കരുത് എന്ന് ബഹുമാനപ്പെട്ട സമസ്ത മനസ്സിലെഴുതിച്ചിട്ടുണ്ട്. ആ കിതാബൊക്കെ നോക്കിയിട്ട് നിങ്ങൾ നല്ലെടുത്തോളം ചീത്ത ഒഴിവാക്കി, അങ്ങനെയാണ് സമസ്ത മിനിറ്റ്സിൽ എഴുതി വെച്ചതാ. ബഹുമാനപ്പെട്ട 2 സമസ്തക്ക് ഇത് പഠിക്കൽ ബാധ്യത. എന്തുകൊണ്ട്? പിരീണിന് മുമ്പ് എഴുതിച്ചത് കണ്യത്തിന് പുറത്ത് മഹാന്മാര്. ഇബ്നു തൈമിയുടെ കിതാബുകൾ നോക്കരുത്. ശരിയില്ലേ കിതാബ്? ആ കിതാബിലൊക്കെ ശരിയില്ലേ? ഉണ്ടല്ലോ, തെറ്റുണ്ട്. അപ്പം ഇത് വ്യവച്ഛേദിക്കാൻ ആർക്ക് കഴിയില്ല? സാധാരണ ജനങ്ങൾക്കും സാധാരണ മൂല്യന്മാർക്കും കഴിയില്ല. അപ്പം അയാളെ കുറെ ശ്രുതി പറയൽ തുടങ്ങും, പിന്നെ നന്മ. അപ്പം അയാൾ തിരക്കണില്ലാന്ന് തോന്നുന്നു. ഇതൊക്കെ പറഞ്ഞ ഇബ്നു ഹജർ തങ്ങൾ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇബ്നു തൈമിയ നരകത്തിലാണെന്നൊക്കെയാണോ ഇബ്നു ഹജർ തങ്ങൾ? അല്ല, അയാളെ പടച്ചോൻ നിസ്സാരപ്പെടുത്തി നിന്ദിച്ചിട്ടുണ്ട്. അയാൾ ജനങ്ങൾ പേക്കാൻ കാരണക്കാരനാണ്. അതുകൊണ്ട് അയാളെ വാതിൽക്കൽ ഇനി നിങ്ങൾ തുറന്നു നോക്കേണ്ടതേ ഇല്ല. ഇത്രയേ ഉള്ളൂ പറയാൻ. ഇബ്നു തൈമിയ തൗബ ചെയ്ത് അങ്ങക്കുണ്ട്, തൗബ ചെയ്തില്ലേ ഇങ്ങക്കുണ്ട്. നിങ്ങൾക്ക് മോലിയനെ ചിലപ്പോൾ അത് പേക്കൂലായിരിക്കും, പക്ഷെ നിങ്ങളെ കേൾക്കുന്ന ഒരു ജനത ഉണ്ട്, ആ ജനത പേക്കും. ഞങ്ങളെ കുറ്റല്ല മൂല്യരെ പറയണത്. ക്ലിപ്പ് കേട്ടിട്ട് ആരും വിമർശിക്കാൻ പാടില്ല. ഈ പറയുന്ന ആളുകൾ ക്ലിപ്പ് കേട്ടിട്ടേ വിമർശിച്ചിട്ട് തന്നെ ഉള്ളൂ. ക്ലിപ്പ് കേട്ട വിമർശനത്തിന്റെ പിതാക്കന്മാരെ പറയണത്. അവർക്ക് ഒരാൾ ക്ലിപ്പ് കേൾക്കാൻ പാടില്ല, വേറുള്ളവരെ ക്ലിപ്പ്. ഞാൻ ജ്യൂസിനെ വിമർശിച്ചപ്പോൾ അതിനെതിരെ ക്ലിപ്പിറക്കിയ മഹാന്മാരവരൊക്കെ ആ പ്രസംഗം കേട്ട് മനുഷ്യനെതിരറിയില്ല. എൻ്റെ ഈ 8-10 കൊല്ലത്തിനുള്ളിൽ അത്ര ആവശ്യമുള്ളൊരു പ്രസംഗം ഞാൻ വേറെ നടത്തിയിട്ടില്ല. നിങ്ങൾ ആ പ്രസംഗം ഒന്ന് കേട്ടു നോക്കി. അതിന് കാരണം എന്താ? 40ഓളം മഹല്ല് നിവാസി ഖത്തീബന്മാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങൾ നാട്ടിൽ ക്യാൻസർ അധികരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ക്യാൻസറിനെ തടയാനുള്ള വഴികൾ നിങ്ങൾ പറഞ്ഞു തന്നാൽ ഞങ്ങൾ കേട്ടോളാം. ഞങ്ങളത് 2-3 ക്ലാസ് ആയിട്ട് വെള്ളിയാഴ്ച പറഞ്ഞാൽ ജനങ്ങൾ കേൾക്കും, അപ്പോൾ ക്യാൻസർ കുറയും. ആയിക്കോട്ടെ, അങ്ങനെയാണ് ഭക്ഷണക്രമങ്ങൾ പറഞ്ഞതാണ്. എന്തൊക്കെ കഴിക്കാം, എങ്ങനെ കഴിക്കാം, എങ്ങനെ കഴിക്കരുത്, അങ്ങനെ പറഞ്ഞ. അപ്പം അതിന് ചെറിയൊരു ഭാഗം അതിന് കട്ട് ചെയ്തു. നിങ്ങൾ ജ്യൂസ് കഴിക്കൽ ഞാൻ കുടിക്കൽ ഞാൻ ആറാമാണെന്ന് പറഞ്ഞവരേ പറഞ്ഞു, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്ന് വിരോധമല്ല. എന്നിട്ട് ഞാൻ അവരെ മേൽ തുള്ളിയോ ഇല്ല, അവർ പാവങ്ങളാണ്, അന്തല്ല. ഞാനിവിടെ പറഞ്ഞത് ജനങ്ങളെ, നിങ്ങൾ പറഞ്ഞ തെറ്റി ശരിയെന്നല്ല. ഇബ്നു തൈമിയുടെ വാതിൽ സുന്നികൾ തുറക്കരുത്, അവിടേക്ക് പോകരുത്. അയാൾക്ക് തൗബ ചെയ്ത് റബ്ബ് സ്വീകരിച്ചു, നമുക്ക് വിഷയമില്ല. നമ്മളെ നേതാക്കന്മാർ ആ മനഹജിൽ വന്നാ നമ്മൾ ഈ ആഴക്കുഴമ്പ നയത്തിലേക്ക് ചാടരുത്. ഇത്രയേ ഞാനീ പറഞ്ഞുള്ളൂ.